കെ കൃഷ്ണൻകുട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ കൃഷ്ണൻകുട്ടി, നമസ്കാരം സർ. ഇപ്പോൾ ഒരു ചെറിയ പരാതി വന്നിരിക്കുന്നത് അങ്ങയുടെ ഓഫീസിൽ വെച്ചാണ് ഈ പാതിവില തട്ടിപ്പിൽ പണം കൈമാറിയതെന്നാണ് നമുക്കൊപ്പം വീട്ടമ്മമാർ പറയുന്നത്. അവരെ പറ്റിച്ചതാണ്. അത് കംപ്ലൈന്റ് പോലീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 300 ആള് കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ്. അതിൽ ഈ പ്രീതിക്കെതിരെ നടപടി ഉണ്ടാവുമോ? പ്രീതിക്കെതിരെ നടപടി ഉണ്ടാവുമോ? കാര്യം അങ്ങയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തിരിക്കുക ഇവര്. ആ ദുരുപയോഗം അവര് ഈ പാവങ്ങള് വന്നിട്ട് സ്ത്രീകളല്ലേ, അവര് പാവങ്ങൾ എന്തോ കിട്ടുന്നു പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ട് അവര് അത് ഈ എഴുതി കൊടുത്ത ആളുകളാണ് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, അത് മനസ്സിലായി. പക്ഷെ അങ്ങയുടെ ഓഫീസിൽ വെച്ച് പണം കൈമാറി എന്നാണ് ഇവർ പറയുന്നത്. അയ്യോ, ആരെ? ഈ ഉഷ എന്ന് പറയുന്ന നമ്മുടെ വീട്ടമ്മ ഇപ്പൊ ലൈനിലുണ്ട്. ധാരാളം ആളുകളിൽ ഈ അങ്ങയുടെ ഓഫീസിൽ അങ്ങ് അറിയാതെ ഈ പ്രീതി അവിടെ വെച്ച് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. അതറിയില്ല കേട്ടോ, അറിയില്ല. അതെന്തായാലും കംപ്ലൈന്റ് പോലീസ് കംപ്ലൈന്റ് ഇടല്ലോ, അവര് നോക്കുന്നത്. ഈ പ്രീതിയുടെ വിഷയത്തിൽ അന്വേഷിച്ച് നടപടി എടുക്കില്ലേ? ആരും കുറ്റം ചെയ്താലും കുറ്റം ചെയ്തവരെ രക്ഷിക്കുന്ന പണിയേ ഇല്ല. കാര്യം നമ്മുടെ സർക്കാരിന്റെ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിച്ചു അത്രേ. അതൊക്കെയാണ് പോലീസ് അത് നോക്കിയിട്ട് ആര് വഞ്ചന ചെയ്തോ അവർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് അഭിപ്രായം. ഈ PA-ക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ശ്രീ കൃഷ്ണൻകുട്ടി? ഇവരുടെ ഒരു ആരോപണം ഒന്നുമില്ല അതിൽ പങ്ക്, ഒരു പങ്കുമില്ല. ഒന്നുമില്ല. ഈ പ്രീതിക്കെതിരെ അങ്ങനെയാണെങ്കിൽ പണം വാങ്ങിയത് ഓഫീസിൽ വെച്ചാണെങ്കിൽ നടപടി ഉണ്ടാവില്ലേ പ്രീതിക്കെതിരെ? അല്ല, PA അല്ലല്ലോ. PA-ക്ക് എന്താ ഇവിടെ കാര്യം? PA തിരുവനന്തപുരത്തല്ലേ. ആരാ PA? ഉഷ. നമുക്കപ്പോൾ ഉഷയുണ്ട്. ഒരു നിമിഷം മിനിസ്റ്റർ ഉഷ, ഇത് ആരാണ്? മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വേറെ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല, അവരാരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ വിളിച്ചത് അനുഷ ചേർത്തിട്ട് ഞങ്ങൾ പ്രീതി വിളിച്ചിട്ടാ പോയത്. പ്രീതിയെ വിളിച്ചിട്ടോ? പ്രീതിയാണ് ഈ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പണം കൈമാറിയത് അല്ലേ? കൈമാറിയത് പൈസ എല്ലാം ചെല്ലാൻ എഴുതി തന്നത് മന്ത്രിന്റെ സാർ. അന്ന് അച്ഛൻ ഉണ്ടായിരുന്നു. ഞാൻ പോയി അച്ഛ വിളിച്ചപ്പോ എന്താ കേട്ട് ഞങ്ങൾ ഇന്നപോലെ സ്കൂട്ടിക്ക് വന്നതാണ് പറഞ്ഞു. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് അച്ഛനും ഈ കാര്യം അറിയാമെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവർക്കൊക്കെ അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ മിനിസ്റ്റർ ഒന്നും അറിഞ്ഞിട്ടില്ല. പൈസ കൊണ്ട് കൊടുത്തത് മിനിസ്റ്റർ അറിയാതെയാണ് ഇത് അവിടെ പണമിടപാട് നടന്നിരിക്കുന്നത്. അതെന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ മിനിസ്റ്റർ, ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരാതി. മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഒരു കള്ളത്തരത്തിനും നമ്മുടെ ജീവിതത്തിൽ കൂട്ടുനിൽക്കില്ല കേട്ടോ, ഒരിക്കലും. ആര് ചെയ്താലും ഒരു ഞങ്ങള് വന്നിട്ട് ഓഫീസിൽ ഞാൻ തള്ളിലെ ഒരാളാണ്. 16-ാം വാർഡില് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തില് 16-ാം വാർഡില് 5-ാം മെമ്പറിന്റെ വാർഡിലാണ് ഞാന്. പണം കിട്ടണം പറഞ്ഞ് ചെയ്തിന് നമ്മളെന്ത് ചെയ്യണേ? അല്ല, ഞങ്ങള് മന്ത്രി ഓഫീസിൽ വെച്ച് പറഞ്ഞപ്പോഴാണ് മന്ത്രി ഓഫീസിൽ വെച്ചിട്ട് മന്ത്രി ഓഫീസിൽ എത്ര കള്ളന്മാരും നല്ലവരും ഒക്കെ വരുന്നുണ്ട് അല്ലേ? അവിടെ വെച്ചിട്ട് ഇത് ചെയ്യാൻ പാടുണ്ടോ? ഓഫീസിൽ ഇത്രയും ജനങ്ങൾ വന്നല്ലേ, ഞങ്ങള് മാത്രമല്ലല്ലോ, ഇത്രയും ജനങ്ങൾ. അത് തന്നെ അതല്ലേ ഇപ്പൊ പണം പോയത്. അപ്പൊ നമുക്ക് മിനിസ്റ്റർ എന്തായാലും മന്ത്രിയുടെ ഓഫീസിനെ ഏതെങ്കിലും തരത്തിൽ അതെ മന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നത് കൂടി മിനിസ്റ്റർ ഒന്ന് പരിശോധിക്കണം. ശരി, താങ്ക് യു. ഇടപെട്ട് ഞങ്ങൾക്ക് പൈസയൊന്നും വാങ്ങി തരണം, അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടാണല്ലോ നിങ്ങള് അവരുടെ അടുത്ത് പോയി ഇടപാട് നടത്തിയത് അല്ലല്ലോ. ഇല്ല, അത് പിന്നെ ബ്ലോക്ക് വഴിയിൽ അതായത് വന്നിട്ട് സാറ് അച്ഛ ഒരു മിനിറ്റ്, ഈ ബ്ലോക്ക് വഴിക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ന ആളുടെ പേരിൽ. അതായത് വന്നിട്ട് നിങ്ങൾക്ക് അതിമോഹം വന്നിട്ടല്ലേ ഇതൊക്കെ കൊണ്ട് കൊടുത്തത്? അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. അതിമോഹം വന്നതല്ല, അതിമോഹം വന്നിട്ട് കൊടുത്തതൊന്നുമല്ല. അച്ഛ അങ്ങനെ ഒരിക്കലും പറയരുത്. വന്നിട്ട് ദള്ളിന്റെ ഓഫീസാണ്. പറഞ്ഞിട്ടുണ്ട് ഉഷ മാം. എന്തായാലും മിനിസ്റ്റർ അതൊന്ന് പരിശോധിച്ചാൽ മതി. മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് എത്ര ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ലല്ലോ. അതെന്തായാലും മിനിസ്റ്റർ പരിശോധിക്കും. ശരി, ഓക്കെ താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. ഉഷ, അപ്പോൾ മിനിസ്റ്റർ എന്തായാലും അത് പോലീസിൽ നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മിനിസ്റ്റർ ഓഫീസിൽ വെച്ച് ആ കാര്യം നടന്നുകൊണ്ട് മിനിസ്റ്റർ അത് ശ്രദ്ധിക്കും. ഉഷ, ആ നടപടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. താങ്ക് യു ഉഷ.